രണ്ടൊരു നൂറ്റാണ്ട് കാലത്തെ ജനസമ്പർക്കമല്ലേ, സമ്പർക്കമല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അത് ചെറുതും വലുതുമായിട്ടുള്ള സമരങ്ങൾ നാട്ടിൻപുറത്ത് തുടക്കം തന്നെ 14 വയസ്സിൽ തൻ്റെ വീട്ടിൽ ചുറ്റുപാടുമുള്ള കർഷക തൊഴിലാളികൾക്ക് സമരത്തെ സഹായിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് പി കൃഷ്ണപിള്ള VS-നെ കുട്ടനാട്ടിലേക്ക് പറഞ്ഞുവിടാൻ കാരണം. ഇത്ര ചെറുപ്പത്തിലെ തന്നെ മറ്റാരുടെയും പ്രേരണയോ ഒന്നുമില്ലാതെ തന്നെ തൻ്റെ വീട്ടിനടുത്തുള്ള കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തത് കണ്ടിട്ടാണ്. അന്ന് മുതൽ ഏറ്റവും അധിസ്ഥരായിട്ടുള്ള വിഭാഗങ്ങളുടെ അവകാശ സമരങ്ങൾ, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് വലിയ ചരിത്രം ഇന്ത്യയിലുണ്ട്. മുംബൈയും ഒക്കെ കേരളത്തേക്കാൾ അത്രയും മുന്നിലാണ് അക്കാര്യത്തിൽ. പക്ഷെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വലിയ ഫാക്ടറിയിലെ തൊഴിലാളികൾ മാത്രമല്ല, ഇപ്പോൾ ഈ ആലപ്പുഴയിലെ വലിയ കയർ ഫാക്ടറിയിൽ ആയിരങ്ങൾ പണിയെടുക്കുന്ന കയർ ഫാക്ടറിയിലെ തൊഴിലാളികൾ മാത്രമല്ല, ആ തൊഴിലാളികൾ നാട്ടിൻപുറത്തുള്ള പാവപ്പെട്ടവരെ സംഘടിപ്പിക്കാൻ പോയി. അസംഘടിത മേഖല എന്ന് പറയും. ചെറുകിട കർഷക തൊഴിലാളികൾ, കയറ് പിരിക്കാർ, മത്സ്യത്തൊഴിലാളികൾ, ഈ മേഖലയിൽ സംഘടിത പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിൽ VS ആണ് ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത്. അതാണ് ഈ ജനാവലിക്ക് മുഴുവൻ അദ്ദേഹത്തോടുള്ള സ്നേഹം.